അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നൂർ മഹൽ അന്ന് പുലർച്ചെ തന്നെ ആക്റ്റീവായിട്ടുണ്ട്. അതെ, നമ്മുടെ സൗദിയുടെ ഉമ്മ, അതായത് അബൂബക്കർക്കയുടെ ഭാര്യ. അവൾ നേരത്തെ തന്നെ അടുക്കളയിൽ, ആ വിശാലമായ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. കാര്യം മറ്റൊന്നുമല്ല, പഠിച്ചോനെ, അത് പുതിയ വീടാണ്. ഈ പുതിയ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് നോക്കേണ്ടത്. അത് മാത്രമല്ല, മക്കൾ ഉണ്ടുമ്പോഴേക്കും, അതിലുപരി നവാസ് ഉണരുമ്പോഴേക്കും, സൗദ ഉണരുമ്പോഴേക്കും അവർക്കുള്ള ഭക്ഷണങ്ങളെല്ലാം തയ്യാറാക്കണം. മരുമകൻ നവാസ്, അദ്ദേഹത്തിന് പരിഗണനയൊന്നും ലഭിച്ചിട്ടുണ്ടാവില്ല കുഞ്ഞിക്കതിയുടെ അടുക്കൽ നിന്ന്. എന്നാൽ ഒരിക്കൽ പോലും ഒരു മോശവും വരുത്തരുത്. എന്തൊക്കെ തന്നെയാലും പുതിയാപ്പിളയല്ലേ. അതെ, ചില നാടുകളിലൊക്കെ പുയ്യാപ്പിള എന്ന് പറഞ്ഞാലേ അതിനും വലുതില്ല. അല്ലാ, മരുമക്കളെ നമ്മൾ ഒരിക്കലും വിഷമിപ്പിക്കാനും ബുദ്ധിമുട്ടിപ്പിക്കാനും പാടില്ല. കാര്യം മറ്റൊന്നുമല്ല, അവരൊന്നും പുതിയാപ്പിളമാരാണ്. അതെ, ആദ്യമൊക്കെ എൻ്റെ ഉമ്മയുള്ള കാലത്തൊക്കെ പറഞ്ഞു കേട്ടിരുന്നു, കാസർഗോഡ്, കണ്ണൂർ ആ ഭാഗത്തൊക്കെ, കോഴിക്കോട് ഭാഗത്തൊക്കെ പുതിയാപ്പിളമാരെ വലിയ ബഹുമാനമാണെന്ന്. മരിച്ചാൽ പോലും പുയ്യാപ്പിളിൻ്റെ ഖബറ് എന്നാണത്രേ അവിടെയൊക്കെ പറയാറുള്ളത്. ഹോ പഠിച്ചോനെ, എന്തായാലും പാവമാണ് നവാസ്. ഒരുപാട് ബുദ്ധിമുട്ടായതല്ലേ ഇവിടുത്തെ ഈ ഒരു ഉമ്മയുടെയൊക്കെ പ്രവൃത്തി കൊണ്ട്. റബ്ബേ അല്ലാ, എന്തൊക്കെ തന്നെയായാലും പഠിച്ച റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെയൊക്കെ ആയി കിട്ടി. ഇനി യാതൊരു കുഴപ്പവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒന്നുമില്ലാതെ നല്ല രീതിയിൽ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. അല്ലാ, അവൾ തകൃതിയായി അതാ ജോലികൾ തുടരുന്നു. എന്നാൽ അതാ ഉപ്പ വരുന്നു. അഫ്സ, ആ ഇക്ക വരി, നിങ്ങൾക്ക് എന്ത് വേണ്ടത്? ഇത് ചായ കുടിക്കല്ലേ? അല്ല, ഞാൻ പള്ളിയിൽ പോയിട്ട് വരട്ടെ. എന്നാൽ അപ്പോഴേക്കും നവാസ്, ആ ഉപ്പ ഞാനുണ്ട്, വരി നമുക്ക് കാറിന് പോകാം. മോനെ, അതൊന്നും വേണ്ട. അല്ല ഉപ്പ കയറി. അങ്ങനെ അതാ നവാസ് അമ്മോഷൻ കാക്കാനെയും കൊണ്ട് പോകുന്ന ആ ഒരു കാഴ്ച, അത് ഹഫ്സയുടെ കണ്ണുകൾ നിറച്ചു. ഹഫ്സ പറഞ്ഞു, മോനെ നവാസ്, അത് ചായ കുടിച്ചിട്ട്. അല്ലുമ്മ, ഞാൻ പോയിട്ട് വരാം, ഞങ്ങൾ പോയിട്ട് വരാം. എന്തെന്നറിയില്ല, ഹഫ്സയുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം. കാരണം നവാസ് ഇത്രയധികം അനുഭവിച്ചതും ഇത്രയധികം വിഷമിച്ചതും എല്ലാം പഠിച്ചവന് നല്ലതിനായിരിക്കട്ടെ. എന്നാലും സൗദിയുടെ മനസ്സൊന്ന് മാറി കിട്ടിയല്ലോ, അതും നല്ലൊരു റാഹത്ത് തന്നെ. റബ്ബേ അല്ലാ, അവരുടെ ദാമ്പത്യ ജീവിതം നീ നല്ല രീതിയിലാക്കണമേ അല്ലാ. എന്നാൽ സൗദ അപ്പോഴൊന്നും അടുക്കളയിലേക്ക് എത്തിയിട്ടില്ല. അതെ, ഉറങ്ങിക്കോട്ടെ, ക്ഷീണുണ്ടാവും നല്ലോണം. പിന്നെ കുറേ കാലത്തിന് ശേഷം ആണുങ്ങളായിട്ട് ബന്ധപ്പെടുകയല്ലേ. അപ്പം അതിൻ്റെതായ ക്ഷീണവും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ നവാസ് അതാ ചായ ഒന്നും കുടിക്കാതെ പോയപ്പോൾ ഒരു വിഷമം തോന്നി. വന്നിട്ട് കുടിച്ചോളും ഇനി. കാരണം അതാ അപ്പോഴേക്കും നല്ല നാടൻ കോഴിമുട്ട പുഴുങ്ങിയിരുന്നു അവൾ. അതുമാത്രമല്ല, പഴവും പുഴുങ്ങിയിരുന്നു. നവാസിന് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഹോർലിക്സ് ഉണ്ടാക്കി വച്ചിരുന്നു. ഒരിക്കലും മോശമാക്കരുതല്ലോ. അതെ, ഇനി ബ്രേക്ക്ഫാസ്റ്റ് അതൊന്നും കൂടി ഉഷാറാക്കണം. അങ്ങനെ അവളുടെ മനസ്സിൽ പല പല ചിന്തകൾ. എന്നാൽ ഒന്നും കഴിക്കാതെ നവാസ് പോയപ്പോൾ അത് വല്ലാത്തൊരു വിഷമം തോന്നി. സാരല്ല, പള്ളിയിലേക്ക് എത്താനല്ലേ. അത് ജമാഅത്തിന് മുന്നത്തെ സഫിൽ അണിനിരക്കാൻ വേണ്ടി പോയതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൈറാക്കട്ടെ. പഠിച്ചോനെ, എത്ര നല്ല ആളുകളാണ് ഇവരൊക്കെ, എത്ര നല്ല സോലിഹായ മനുഷ്യന്മാരാണ് റബ്ബേ. പ്രത്യേകിച്ച് പുത്തൻവീട് തറവാട്ടിലെ ആളുകളൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യം തന്നെയല്ലേ. ഹഫ്സ വിചാരിച്ചു, റബ്ബേ നല്ല രീതിയിൽ സൗദ നിന്നിരുന്നെങ്കിൽ അവൾക്ക് നല്ല ജീവിതം ഉണ്ടാകുമായിരുന്നു. ഈ കുട്ടി നല്ല രീതിയിൽ നിന്ന് പോന്നാൽ മതിയായിരുന്നു റബ്ബേ. ഹഫ്സ മനസ്സിൽ പ്രാർത്ഥിച്ചു. പഠിച്ചോനെ, സുബഹി തെറ്റാനായല്ലോ. നേരെ അതാ സൗദയുടെ റൂമിനരികിലേക്ക് ഹഫ്സ ചെല്ലുന്നു. മോളെ, മോളെ സൗദ, സൗദ. എന്നാൽ സൗദ വീണ്ടും അവിടെ കിടന്നിരുന്നു. വാതിൽ പതുക്കെ ചാരിയത് തുറന്നു. കാരണം നവാസ് ചാരി വെച്ച് പോയതായിരുന്നു. സൗദ, ഉഫ്, ഞാൻ എവിടെ? മോളെ, നീ ഇവിടെ തന്നെയാണ്. നിന്റെ ഭർത്താവ് എണീറ്റ് പള്ളിയിലേക്ക് പോയി. നീ എന്താ മോളെ ഫ്രഷായി നിസ്കരിക്കണമൊന്നുമില്ലേ? ഇങ്ങനെ കിടക്കാൻ പാടില്ലല്ലോ. സ്നേഹത്തോടെ ഹഫ്സയുടെ ആ ഒരു വാക്കുകൾ കേട്ട സൗദ പറഞ്ഞു, ഞാൻ വേഗം നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ ബാത്റൂമിലേക്ക് അതാ പോയി. എന്നാൽ ഹഫ്സയുടെ മനസ്സ് നിറഞ്ഞു. റബ്ബേ അല്ലാ, പഠിച്ചോനെ, എന്തൊക്കെ തന്നെയാലും നല്ല ദാമ്പത്യ ജീവിതം അവർക്ക് നീ പ്രദാനം ചെയ്യ റഹ്മാനേ, ആമീൻ. അങ്ങനെ അതാ സൗദ നിസ്കാരമെല്ലാം കഴിഞ്ഞ്
പുറത്തേക്ക് വന്നു അടുക്കളയിലേക്ക്. എന്നാൽ അതാ ഹഫ്സ പറഞ്ഞു, മോളെ ഇന്നാ മോൾക്ക് ഞാൻ ഹോർലിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ഇത് കോഴിമുട്ടയും പഴമൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ഇതും കഴിച്ചോ. നവാസ് അതൊന്നും കഴിക്കാതെ പോയത്. ഞാൻ വന്നിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് വല്ലാത്തൊരു പൊറുതിയേടായിപ്പോയത്. ആ അല്ല മോളെന്താ കഴിക്ക്, ക്ഷീണം ഉണ്ടാവും. ഏയ് അതൊന്നുമില്ല. എന്താ മോളെ അങ്ങനെയൊക്കെ, കഴിക്ക്. പെട്ടെന്ന് അതാ ഹഫ്സ വെറുതെ ഒന്ന് അവളുടെ പിറകിലൂടെ പോയി നോക്കി. അല്ല നീ എന്താ മുടിയൊക്കെ മുടഞ്ഞിട്ടിരിക്കുന്നത്? അതെ, ഹഫ്സ നോക്കിയത് മറ്റൊന്നുമല്ലായിരുന്നു. അവളുടെ മുടിയിൽ നിന്ന് വെള്ളമുറ്റുന്നുണ്ടോ അല്ലെങ്കിൽ അവളുടെ മുടി നനഞ്ഞിട്ടുണ്ടോ എന്നതായിരുന്നു നോക്കിയിരുന്നത്. പക്ഷേ വെള്ളമുറ്റുന്നുമില്ല, നനഞ്ഞിട്ടുമില്ല, മുടഞ്ഞിട്ടത് അതുപോലെയുണ്ട്. എന്നാൽ ഹഫ്സ പതുക്കെ ആ മുടിയിൽ തൊട്ട് ചോദിച്ചു, അല്ല മോളെ, അല്ല നീ ഇപ്പോൾ നിസ്കരിച്ചല്ലോ, എങ്ങനെ നിസ്കരിച്ചത്? കുളിക്കാതെ നിസ്കരിച്ചോ മോളെ? ആ ഒരു വാക്ക് കേട്ടപ്പോൾ ശരിക്കും സൗദ പറഞ്ഞു, എന്തിനാ കുളിക്കുന്നത്? ഞാൻ നിസ്കരിച്ചല്ലോ. അല്ല മോളെ ഹഫ്സ, നിങ്ങൾ എത്ര ദിവസമായി? അല്ല നിനക്ക് ബ്ലീഡിംഗ് ഒന്നുമല്ലല്ലോ. അതൊന്നുമല്ല, പിന്നെന്താ എത്ര ദിവസമായി നിങ്ങൾ? എന്താ ബന്ധപ്പെട്ടിട്ടൊന്നും ഇല്ലേ? ഹഫ്സ ചോദിച്ചപ്പോൾ സൗദ പറഞ്ഞു, ഓ അത് എന്താ എൻ്റെ പൊന്നുമ്മ അതിലൊക്കെ കാര്യമുള്ളത്, അതൊക്കെ എന്തിനാ? സൗദയുടെ വാക്കുകൾ കേട്ട ഹഫ്സ ഒന്ന് ഞെട്ടി. എൻ്റെ പെണ്ണെ, ഒരുപാട് ദിവസത്തിന് ശേഷമാണ് നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലേ, അതിൻ്റേതായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ മോളെ? എന്ത് പറ്റി? എനിക്കതിനൊന്നും താല്പര്യമില്ല. ശരിക്കും സൗദയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഹഫ്സ ഞെട്ടി. അതെന്താ? അല്ല ഞാൻ പിന്നെ പറയാം. എന്നാലും പറ പെണ്ണേ, എന്താ നീ താല്പര്യമില്ലെന്ന് പറയാൻ കാരണം എന്താ? ഒന്നുമില്ല. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും അതാ ഉപ്പയും നവാസും എത്തി. എന്നാൽ അവർക്ക് അപ്പോഴേക്കും ചായയും കോഴിമുട്ടയും പഴവുമെല്ലാം പുഴുങ്ങി വെച്ചതും ഹോർലിക്സുമെല്ലാം ഡൈനിങ് ടേബിളിൽ ഹഫ്സ കൊണ്ടുപോയി വെച്ചു. വെരി വാ മോനെ നവാസ്, ഇത് കുടിച്ചോളെ. ഇക്ക വെരി ഇരിക്കി. സ്നേഹത്തോടെ അത് വിളമ്പിത്തുന്നത് കണ്ടപ്പോൾ ശരിക്കും അതാ നവാസ് വിചാരിച്ചു പോയി, അതെ എനിക്കും ഒരു അമ്മായിമ്മ ഉണ്ടായിരുന്നു ശരിക്കും, അതായത് സൗദയുടെ ഉമ്മ. ഒരിക്കൽ പോലും എന്നെ സ്നേഹത്തോടെ ഇങ്ങനെ വിരുന്നു കൂട്ടിയിട്ടില്ല. എന്താ ചെയ്യുക, അങ്ങനെ ഒരവസ്ഥ. സാരല്ല, എന്നാൽ ഈ ഉമ്മ പാവമാണ്. ഇവർ നല്ലൊരു ഉമ്മ തന്നെയാണ്, നല്ല ദീനി സ്നേഹിയായ നല്ലൊരു ഉമ്മ. ശരിക്കും അവർ മോനെ നാടൻ കോഴിമുട്ടയാണ് കഴിക്ക് എന്ന് പറഞ്ഞ് ഹഫ്സ അത് പറഞ്ഞപ്പോൾ ഉപ്പയും പറഞ്ഞു, അതെ അതാണ് നല്ലതല്ലോ, മറ്റേ കോഴിമുട്ടയേക്കാളും മോൻ കഴിക്ക് എന്ന് പറഞ്ഞ് ഉപ്പയും അതാ ഉപ്പ മതി ഞാൻ കഴിച്ചു. മോളെ സൗദ ഇവിടെ വന്നിരിക്കും മോളെ, ഹഫ്സ വിളിച്ചു പറഞ്ഞു. ഞാനിവിടെ നിന്നോളാം, ഞാനിവിടെ ഉണ്ട് മോളെ വീണ്ടും വിളിച്ചു. എന്നാൽ നവാസ് അങ്ങോട്ട് നോക്കി, ഇല്ല സൗദ വരുന്നില്ല. എന്നാൽ ഹഫ്സക്ക് വല്ലാത്ത വിഷമായി. എന്താ ഒരുമിച്ചിരുന്നൂടെ, ഉപ്പയും ഭർത്താവും അല്ലേ, വേറെ ആരും അല്ലല്ലോ. പഠിച്ചോനെ വല്ലാത്തൊരവസ്ഥ. എന്നാൽ അപ്പോഴേക്കും അത് ഹഫ്സ പോയി പത്തിരിയും ചിക്കൻ കറിയും ബീഫ് വരട്ടിയതും എല്ലാം സെറ്റാക്കുകയാണ് മരുമകന് വേണ്ടി. നല്ല രീതിയിൽ സൗദയും അവനും ജീവിക്കണം എന്ന ചിന്തയായിരുന്നു അവർക്കുള്ളത്. എന്നാൽ സൗദക്ക് എന്തൊക്കെയോ ഒരു മൂഡ് ഓഫ് ഉണ്ടായിരുന്നു. എന്നാൽ അവളോട് എല്ലാം ചോദിച്ചറിയണമെന്നും വിചാരിച്ചു. ഇനി ഒരു പക്ഷേ അവൾ അതൊന്നും പറഞ്ഞില്ലെങ്കിൽ വേണ്ട, നവാസിനോട് ചോദിച്ചു നോക്കാം, അതായിരിക്കും നല്ലത്. അങ്ങനെ അതാ സൗദ അവൻ്റെ അരികിലേക്കൊന്നും വന്നില്ല, വിട്ടൊഴിഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഭക്ഷണമെല്ലാം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ഹഫ്സ. എന്നാൽ പെട്ടെന്ന് നവാസ് അടുക്കളയുടെ ആ ഭാഗത്തേക്കെത്തി. അത് ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലല്ലേ? പെട്ടെന്ന് നവാസിൻ്റെ ശബ്ദം കേട്ട് ഹഫ്സ തിരിഞ്ഞു നോക്കി. അല്ലാ, മരുമകൻ. മോനെ നവാസ്, മോനെന്താ അടുക്കളയിലേക്ക് വന്നത്? അവിടെ ഇരുന്നോ, ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കട്ടെ. അല്ല, ആരും ഹെൽപ്പ് ചെയ്യാൻ. അത് സാരല്ല മോനെ, ഞാൻ അതൊക്കെ ചെയ്യും. പിന്നെ മക്കളല്ലേ, അവർക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കും. പിന്നെന്ന് വെച്ചാൽ സൗദാന്ന് വെച്ചാൽ അവളെ കൊണ്ട് വല്ലാതെ ഞാൻ എടുപ്പിച്ചിട്ടില്ല. എന്നോട് ചോദിക്കും കേട്ടോ ഹെൽപ്പ് ചെയ്യണോ വേണ്ടെന്നൊക്കെ. അപ്പം ഞാൻ പറയും വേണ്ട, നീ കുറച്ച് കഴിഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്താൽ മതി, ഇപ്പോൾ തൽക്കാലം നീ അങ്ങോട്ട് പൊയ്ക്കോ എന്ന് പറയും ഞാൻ. ഓ അങ്ങനെയല്ലേ? അല്ല, ഒറ്റയ്ക്ക് ഇത്രയധികം ഭക്ഷണ സാധനങ്ങളൊക്കെ
ഉണ്ടാക്കുമ്പോഴേ അതൊരു ബുദ്ധിമുട്ടല്ലേ, ഞാൻ ഹെൽപ്പ് ചെയ്യണോ? നവാസിൻ്റെ താഴ്മയോടുള്ള ആ ഒരു ചോദ്യം കേട്ടപ്പോൾ ശരിക്കും ഹഫ്സ ഞെട്ടിപ്പോകുകയായിരുന്നു. വേണ്ട മോനെ, വേണ്ട. ആ നവാസ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് അറിയാനുണ്ടായിരുന്നു. ആ എന്താ? അല്ലേ, സൗദയെക്കുറിച്ച് നിങ്ങൾ രണ്ടുപേരും ഓക്കെ അല്ലേ? അത് ഞാൻ പിന്നെ പറയാം എന്ന് പറഞ്ഞ് നവാസ് അകത്തേക്ക് പോയി. അത് നവാസിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടോ എന്നറിയില്ല. നവാസ് വേഗം മുറ്റത്തേക്ക് ഇറങ്ങി മനോഹരമായ പൂക്കൾ വെച്ച് പിടിച്ച ആ ഒരു ഗാർഡനിലേക്ക്, ആ ചെടികളുടെ ഇടയിലേക്ക് അവൻ നടന്നു. എന്നാൽ സൗദ അപ്പോഴൊന്നും അവൻ്റെ അരികിലേക്ക് എത്തിയില്ല. സൗദ വിട്ടൊഴിഞ്ഞ് മാറി നിൽക്കുകയാണ്. എന്നാൽ ശരിക്കും ഹഫ്സക്ക് വല്ലാത്തൊരു വിഷമം വന്നു. റബ്ബേ, എത്ര ആകാംക്ഷയുടെ പ്രതീക്ഷയോടെയാണ് ഇവിടേക്ക് വന്നത്, എന്നിട്ട് അവർ ഒരുമിച്ചിരിക്കുന്നില്ല എന്നറിയുമ്പോഴേ അത് വല്ലാത്തൊരു ടെൻഷൻ തന്നെയല്ലേ. കാരണം അവർ രണ്ടുപേരും ഒന്നായി തീരണം, എങ്കിൽ മാത്രമേ ഈ വീടിനെ ഒരു ജീവൻ വെക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഇവിടെ സന്തോഷമില്ലല്ലോ, സമാധാനമില്ലല്ലോ. പെട്ടെന്ന് അബൂബക്കർക്ക് അടുക്കളയിലേക്ക് വന്നു. ഹഫ്സ, എന്താ പെണ്ണെ, കുഴങ്ങിയോ? ഇക്ക, ഒന്നുമില്ല, ഇങ്ങ ഇവിടെ അടുത്തുനിന്ന് ഇരുന്നാൽ മതി, വേറൊന്നും വേണ്ട. അത് നമ്മുടെ മരുമകൻ്റെ കാര്യം അല്ലേ, പാവമാണവൻ. ആ എന്താ ചെയ്യുക, ചില ആൾക്കാരല്ലെങ്കിലും പാവങ്ങളായിരിക്കും. എന്നാൽ അവർക്ക് കിട്ടുന്ന ഭാര്യമാരോ കുറച്ച് ബുദ്ധിമുട്ട് ആക്കുന്നവരും ആയിരിക്കും. എന്തൊക്കെ തന്നെയാലും നമ്മുടെ സൗദിയുടെ സ്വഭാവം ഒന്ന് റെഡിയായി കിട്ടിയാൽ മതി. ഇക്ക, അല്ല, നമ്മുടെ സൗദിയുടെ സ്വഭാവം ഇപ്പോൾ ഏറെക്കുറെ ക്ലിയർ ആയല്ലോ അല്ലേ? ആയി വരുന്നുണ്ട്. പക്ഷേ അവർ തമ്മിലൊരു ബന്ധവും ഉണ്ടായിട്ടില്ലിക്ക. എന്ത് എന്ത് നീ പറയുന്നത്? അതെ, അവർ തമ്മിൽ ഒന്നുമില്ല എന്ന് തോന്നുന്നു. അവരൊന്ന് അടുപ്പിക്കണം. എന്നുമല്ലെങ്കിലും ശരിയാണ്, അവിടെ അവർക്ക് വേറെ ഭാര്യയൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും സൗദയും നവാസും ആ കുഞ്ഞ് ഒരുമിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഒന്നായി തീരണം. ഇൻഷാ അല്ലാ, നോക്കട്ടെ, അതൊക്കെ പഠിച്ചോൻ്റെ കള്ളാവോട് കൂടി ഒക്കെ ശരിയായി തീരും. നവാസ് അതാ പൂന്തോട്ടത്തിലൂടെ നടക്കുകയാണ്. അതെ ഇക്ക, വിളിക്കി. സ്നേഹത്തോടെ അതാ മരുമകനെ വിളിക്കുന്നു. മോനെ നവാസ്, വരി, ഇരിക്കി. അങ്ങനെ അതാ നവാസ് ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു. ഉപ്പയും കൂടെ ഇരുന്നു. ഹഫ്സ അവർക്ക് വിളമ്പിക്കൊടുത്തു. സൗദ, മോളെ വാ, വന്നിരിക്കും മോളെ. അവൾ മനമില്ലാ മനസ്സോടുകൂടി വന്നിരുന്നു. എന്നാൽ നവാസിന് ഭക്ഷണം വിളമ്പി കൊടുക്കുകയോ ഇട്ട് കൊടുക്കുകയോ ഒന്നും അവൾ ചെയ്തില്ല. ഉപ്പ തന്നെ അവൻക്ക് എല്ലാം വിളമ്പിക്കൊടുത്തു. എന്തെന്നറിയില്ല, സൗദക്ക് എന്തെന്നില്ലാത്ത ഒരു മനംമാറ്റം, ഒരു മൂകത. നവാസിനെ സ്വന്തം ഭർത്താവാണെന്നുള്ള പരിഗണന പോലും അവിടെ ലഭിക്കുന്നില്ല. എന്നാൽ നവാസ് അവിടുത്തെ അന്തരീക്ഷത്തിൽ തികച്ചും ശോകമുഖമായി. പിന്നീട് സൗദയുടെ അനിയത്തിമാരും അതുപോലെ തന്നെ ഹഫ്സമ്മയുടെ ചെറിയ മക്കളെയൊക്കെ കണ്ടപ്പോൾ അവനല്പം ആശ്വാസം തോന്നി. എന്തൊക്കെ തന്നെയാലും സ്വന്തം ഭാര്യ മിണ്ടാതെ ഒഴിഞ്ഞു മാറി നടക്കുന്നത് അവൻക്ക് അത് വല്ലാത്തൊരു വിഷമമായി തോന്നി. എങ്കിലും ആ വീട്ടുകാരുടെ സ്നേഹവും പരിഗണനയും കണ്ടപ്പോൾ അവൻ മനസ്സറിഞ്ഞ് സന്തോഷിച്ചു. റബ്ബേ, ഇതൊന്നും എനിക്ക് ലഭിച്ചിരുന്നില്ലല്ലോ. എന്തായാലും വളരെയധികം റാഹത്തായി. അങ്ങനെ അതാ ചായ കുടിയെല്ലാം കഴിഞ്ഞപ്പോൾ നവാസിന് തോന്നി പുത്തൻ വീട് തറവാട്ടിലേക്ക് ഉമ്മയുടെ അരികിലേക്ക് പോകണമെന്ന്. നവാസ് പറഞ്ഞു ഉപ്പയോട്, ഉപ്പ എന്നാ ഞാന്. മോനെ, നീ എന്താ ഇങ്ങനെ? അല്ല, ഞാൻ പോയി നോക്കട്ടെ. അല്ല മോനെ, അതെന്താ ഇത്ര തിരക്ക്? എന്താ അർജൻറ്റ്? അല്ല, ഒന്നുമില്ല, മോനിവിടെ ഇരിക്കേ, മോനിവിടെ നിന്ന് ഇടപഴകണ്ടേ? പിന്നെ മോളുടെ കാര്യത്തിൽ ഞങ്ങൾക്കും ടെൻഷനുണ്ട്. അതായത് ഞാൻ പരമാവധി ഉപദേശിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. മോനെ, അതൊന്നുമല്ല പ്രശ്നം. എൻ്റെ കുട്ടിക്ക് എന്തോ പറ്റിയിരിക്കുന്നു. കാരണം അവൾ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ആദ്യമൊക്കെ. പിന്നീട് അങ്ങോട്ട് എന്തോ സംഭവിച്ചറിയില്ല. ഓളെ ഉമ്മയുടെ ഉപദ്രവം മൂലമൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. എന്ത് രീതിയിലും സൗദിയെ ചികിത്സിച്ച് ഭേദമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ പടച്ച റബ്ബിൻ്റെ വിധി കുറേയൊക്കെ അങ്ങനെയായിരിക്കും. അതുപോലെയല്ലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. എന്നാലും മോനെ, എനിക്ക് ഉപ്പ, നിങ്ങളൊന്നും വിചാരിക്കണ്ട. ഞാൻ അവളൊന്ന് ഓക്കെ ആകട്ടെ എന്ന് എന്നോട് പറഞ്ഞതാണ്. അവൾക്ക് എന്നോട് വെറുപ്പും വിദ്വേഷമൊന്നുമില്ല. കാരണം അവൾ എന്നോട് പറഞ്ഞത് എനിക്ക് എന്തെന്നില്ലാത്ത ഒരു അവസ്ഥ സംഭവിച്ചിരിക്കുന്നു, ഇൻഷാ അല്ലാ അത് ഓക്കെ ആകും എന്നവൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പ, അവളെ ഫ്രീ ആയി വിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മോനെ, നീ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാടാ? അതെ ഉപ്പ, സൗദിയോടൊന്ന് ചോദിച്ചു നോക്കാം. അവളുടെ ഇഷ്ടമുണ്ടെങ്കിൽ
അവളുടെ അഭിപ്രായത്തിനനുസരിച്ച് ഞാനിവിടെ നിന്നോളാം. എനിക്ക് ധൃതി ഉണ്ടായിട്ടൊന്നുമല്ല. എനിക്ക് അവളും എൻ്റെ ഭാര്യ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവളെ നല്ല രീതിയിൽ ആക്കിയെടുക്കുക എന്നത് എൻ്റെ ബാധ്യതയാണ്. കാരണം അവൾ നല്ലതായിരുന്നു, എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. ഒരു കാലത്ത് വിഷമിച്ചിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് താങ്ങും തണലായി വന്നതായിരുന്നു സൗദ. ഇപ്പോൾ അവളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല. അവൾ പഴയ കാലത്ത് എനിക്ക് സമാധാനമായിരുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് ഒരു തേന്മഴയായി പെയ്തതായിരുന്നു അവൾ. അത്രക്കും എൻ്റെ വിഷമിക്കുന്ന ബുദ്ധിമുട്ടാകുന്ന ആ ഒരു മനസ്സ് കിളിർപ്പിക്കാൻ അവളായിരുന്നു വന്നത്. അതെനിക്ക് നന്നായിട്ടറിയാം. അതുമാത്രമല്ല, എൻ്റെ കുഞ്ഞുങ്ങളെയും അവൾ നന്നായി നോക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ കുഞ്ഞിനെ നോക്കാത്തത് എന്താണെന്ന് എനിക്കറിയുന്നില്ല. എത്രയോ സ്നേഹം ചൊരിഞ്ഞതായിരുന്നു അവൾ എന്നിലേക്ക്, എൻ്റെ മക്കൾക്ക്. അവളിൽ വന്ന ഈ മാറ്റം ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഉപ്പ. അതുകൊണ്ട് അവൾക്ക് ഞാൻ സമയം കൊടുക്കാം. അവൾക്ക് ഞാൻ എല്ലാത്തിനും ഞാൻ സമയം നൽകാം. അവൾ പതിയെ ശരിയായി വരും. മോനെ, നീ അങ്ങനെ പറഞ്ഞാൽ അതെന്താ ഉപ്പ? ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. പെട്ടെന്ന് ഹഫ്സ അങ്ങോട്ട് കടന്നു വന്നു. ആ മോനെ നവാസ്, അതായത് സൗദിയുടെ കാര്യത്തിൽ എനിക്ക് എന്തൊക്കെയോ ഒരു ടെൻഷനുണ്ട്. അതായത് അവൾ സ്വാഭാവികമായിട്ടുള്ളൊരു സ്വഭാവമല്ല അവൾക്കുള്ളത്. അവൾക്ക് എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. അങ്ങനെയല്ലായിരിക്കും അല്ലേ? ശരിയാണ്. എനിക്കെന്താ പറയണ്ടേ എന്നറിയുന്നില്ല. കാരണം ഒന്നുകിൽ നല്ലൊരു ഡോക്ടറെ കാണിക്കുക, എന്നിട്ട് അവൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അവളുടെ സ്വഭാവത്തിൽ മാറ്റം വരുമോ എന്നൊക്കെ നോക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, തികച്ചും എന്നിൽ നിന്ന് അവൾ അകന്നാണ് കഴിഞ്ഞത്. ശരിക്കും അഫ്സവുമ്മ ചോദിച്ചു, അല്ല മോനെ, നിങ്ങൾ തമ്മിൽ എന്താ ചെയ്യുക? ഞാൻ നിങ്ങളോട് ഒന്നും മറച്ചു വെക്കുന്നില്ല. അതായത് സൗദ കിടന്നിരുന്നത് ബെഡിൻ്റെ താഴെയായിരുന്നു, പായ വിരിച്ചിട്ട്. പെട്ടെന്നാണ് ഹഫ്സ തോർത്തത്. അതിനു വേണ്ടിയായിരുന്നോ പായ കൊണ്ടുപോയത്? അപ്പോൾ എന്നോട് പറഞ്ഞു, നല്ല മാർബിളിട്ട സ്ഥലമല്ലേ, തണുത്തിട്ട് കാല് വെക്കാൻ വയ്യ, അവിടെ പായ വിരിക്കാം എന്ന് കരുതിയിട്ടാണ് എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അല്ല ഉമ്മ, ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്. അവൾ ഇന്നലെ നിലത്താണ് കിടന്നത്. എന്നോട് പറഞ്ഞു, നിങ്ങളെ എനിക്ക് ഭർത്താവിൻ്റെ രീതിയിൽ കാണാൻ തോന്നുന്നില്ല, എനിക്ക് നിങ്ങളെ ഭർത്താവായി കണക്കാക്കാനേ കഴിയുന്നില്ല. എൻ്റെ കണ്ണിൽ നിങ്ങളൊരു അന്യപുരുഷനെ പോലെയാണ്. ഒരിക്കലും എൻ്റെ കഴുത്തിൽ മഹർ ചാർത്തിയ, എന്നെ നിക്കാഹ് കഴിച്ച ആളാണെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. അതാണ് പറഞ്ഞത്. പക്ഷെ എന്നോട് ദേഷ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, വിദ്വേഷമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് നല്ല സൗമ്യമായിട്ട് തന്നെയാണ് അവൾ പെരുമാറിയതൊക്കെ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം അവൾ അങ്ങനെയല്ലായിരുന്നു. ആ ഒരു രീതിയിൽ നിന്ന് അവിടെ ഇങ്ങനെ മാറിപ്പോയതിന് എന്നെ വിഷമിപ്പിച്ചു. സാരല്ല, എല്ലാം പടച്ചോൻ്റെ വിധിയായിരിക്കും അല്ലേ, അല്ലാതെ എന്ത് പറയാനാ. നവാസിൻ്റെ മുഖത്ത് വിഷമമുണ്ടായിരുന്നു. അത് ഹഫ്സ ശരിക്കും തിരിച്ചറിഞ്ഞു. അതെ നവാസ്, മോനെ വിഷമിക്കേണ്ട, നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി കാണാം കേട്ടോ. എന്നാൽ ഞാൻ കൂടുതൽ നിർബന്ധിക്കുന്നില്ല. ഇത് നവാസിൻ്റെ വീടാണ്, നീ പണിതുയർത്തിയ വീടാണ്, നീ ചോര നീരാക്കി ഉണ്ടാക്കിയ വീടാണ്. അതുകൊണ്ട് ഇവിടുത്തെ പൂർണ്ണ ഉത്തരവാദിത്തം നവാസിന് തന്നെയാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് കയറി വരാം, എപ്പോൾ വേണമെങ്കിലും പോകാം, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെയാണ്. അതായത് ഞാനൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനും ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യുവാനും നിൽക്കുന്നു എന്ന് മാത്രം. ഉമ്മ, നിങ്ങൾ എന്തീ പറയുന്നത്? നിങ്ങൾക്കിവിടെ ഒരു സ്ഥാനമുണ്ട്. അതെ, അത് സൗദിയെ നിങ്ങൾ പ്രസവിച്ചിട്ടില്ല എങ്കിലും അവൾക്ക് കൊടുക്കുന്ന സ്നേഹവും കരുതലൊക്കെ കാണുമ്പോഴേ എൻ്റെ മനസ്സ് നിറഞ്ഞു പോവാണ്. അതുമാത്രമല്ല, ഈ മക്കളെയെല്ലാം നിങ്ങൾ പൊന്നുപോലെ നോക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും ഉത്തമ ഒരു ഉമ്മ തന്നെയാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടെ അവകാശപ്പെട്ടതാണ് കേട്ടോ ഇതൊക്കെ. നിങ്ങൾ ഒരിക്കലും ഇവിടെ ഒരു വേലക്കാരിയുടെ രീതിയിലോ അല്ലെങ്കിൽ വാടകയ്ക്ക് നിൽക്കുന്ന രീതിയിലോ അല്ല നിൽക്കേണ്ടത്. നിങ്ങളുടെ വീട് പോലെ ഇത് കരുതണം. അതെ, നിങ്ങളുടെ വീട് പോലെ. എന്നാൽ പെട്ടെന്ന് അബൂബക്കർക്ക് പറഞ്ഞു, മോനെ, ഈ കാര്യം ഞാൻ അവളോട് പറഞ്ഞപ്പോൾ അവൾ എന്തെന്നോട് പറഞ്ഞു എന്നോ, ഇക്ക, ഇതൊരിക്കലും എൻ്റെ വീടല്ല, എനിക്കിവിടെ നിൽക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞാലൊക്കെ പിന്നെ ഇപ്പോൾ അവരുടെ സ്നേഹം കൊണ്ട് ഞാൻ നിൽക്കുകയാണ്. ഏത് നിമിഷവും ഇറങ്ങേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങേണ്ടി വരും എന്ന് അവൾ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, വേണ്ട, ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് നിന്നെ ആരും ഇറക്കി വിടില്ലെന്ന് പറഞ്ഞു. പക്ഷേ അവൾ പറയുന്നത് ഞാനിവിടെ ഒരു വേലക്കാരിയായിട്ട് നിന്നോളാം എന്നാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ ഒട്ടും ഉറപ്പില്ല. ഈ നിമിഷം ഇറങ്ങണമെന്ന് പറഞ്ഞ് ഇറങ്ങേണ്ടി വരും ഞാൻ എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. എന്നാൽ നവാസ് പെട്ടെന്ന് പറഞ്ഞു, അതെ ഉമ്മ, ഹഫ്സ ഉമ്മ എന്ന് വിളിക്കാനുള്ള പ്രായമൊന്നും നിങ്ങൾക്കില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം.
കാരണം ഞാനും നിങ്ങളൊക്കെ തമ്മിൽ കുറഞ്ഞ വയസ്സിൻ്റെ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ എൻ്റെ ഭാര്യയുടെ, അതായത് ഭാര്യയുടെ പിതാവിൻ്റെ ഭാര്യ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ഉമ്മ വിളിച്ച് ബഹുമാനിക്കുന്നു, അതുകൊണ്ടാണ്. അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഒരുപാട് പ്രായമായത് കൊണ്ടല്ല. അതെ മോനെ, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അല്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ പോലും ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങരുത്. പ്രത്യേകിച്ച് ഉമ്മയും ഉപ്പയും, അതായത് ഉപ്പ, നിങ്ങളും ഈ ഉമ്മയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങരുത്. ആരെന്തൊക്കെ തന്നെ പറഞ്ഞാലും അത് നിങ്ങൾ ഇറങ്ങിക്കൊടുക്കാൻ പാടില്ല. അത് ആ ഒരു കാര്യത്തിൽ എനിക്ക് വളരെയധികം നിർബന്ധമുണ്ട്. ഇറക്കി വിടാൻ വരും ആളുകൾ. അതെ, ഇവിടെ താമസിച്ചവർ വരും, വൈകാതെ വരും. കാരണം പല രീതിയിലും അവർ ജാമ്യത്തിനിറങ്ങിയും അങ്ങനെ ഇങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ വിട്ടുകൊടുക്കരുത് ഈ വീട്. സത്യമായിട്ടും നല്ലതെന്ന് വിചാരിച്ച് ഞാൻ കൊടുത്തതായിരുന്നു. പക്ഷേ ഇവിടെ നടക്കുന്നത്, അവർ വന്നതിന് ശേഷം ഇവിടെ എന്തൊക്കെയോ വേണ്ടാത്തരങ്ങളൊക്കെയാണ് നടന്നു പോകുന്നത്. അതുകൊണ്ട് ഒരിക്കൽ പോലും ഹറാമ് ചെയ്യുവാൻ വേണ്ടി ഈ വീട് വിട്ടുകൊടുക്കരുത് ഉപ്പ. ഹഫ്സ ഉമ്മ, ഞാൻ നിങ്ങളെ കാല് പിടിച്ച് പറയാം. മോൻ എന്തേ പറയുന്നത്? അതെ, നിങ്ങളിവിടെ ഖുർആനും നിങ്ങളിവിടെ മൗലിദ് പാരായണവും അതുപോലെ തന്നെ നമസ്കാരങ്ങളും അങ്ങനെ നല്ല നല്ല കാര്യങ്ങളെല്ലാം ചെയ്ത് ഈ വീട് മുന്നോട്ട് കൊണ്ടുപോകുകയാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. ഇതൊരിക്കലും കോടിക്കണക്കിന് രൂപ വരുന്ന ഈ ഒരു വീട് ഒരിക്കലും എനിക്ക് വേണമെന്നും എൻ്റേതാണെന്ന് ഞാൻ പറയുന്നില്ല. പകരം എൻ്റെ മനസ്സിലെ ആഗ്രഹം, ഉപ്പ നിങ്ങളും ഉമ്മയും ഇവിടെ നിൽക്കണം എന്നുള്ളതാണ്. മറ്റൊന്നുമല്ല. സൗദിയെ നിർബന്ധിക്കുന്നില്ല. സൗദ ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ നിന്നോട്ടെ, അല്ല എങ്കിൽ എൻ്റെ കൂടെ എൻ്റെ തറവാട്ടിലേക്ക് പോന്നോട്ടെ. അതൊന്നും വിഷയമുള്ള കാര്യമില്ല. പക്ഷെ ഉമ്മ പറഞ്ഞത് സൗദിയെ കൂടി ഇവിടെ നിർത്തണം എന്നുള്ളതാണ്. അപ്പോൾ അവൾ അവളുടെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ, നോ പ്രോബ്ലം. നവാസ് അത് പറഞ്ഞു. മോനെ നവാസ്, നിൻ്റെ വാക്ക് തന്നെ മതി. ഈ വലിയ വീട്ടിൽ ജീവിക്കണമെന്നും എനിക്ക് താല്പര്യമില്ല മോനെ. അതൊന്നും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതാണ്. ഇങ്ങനെയൊക്കെ എനിക്കിപ്പോഴും ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ വീടിൻ്റെ അകത്തും ശരിക്കും പറഞ്ഞാൽ ഈ അടുക്കളയൊക്കെയെന്ന് വെച്ചാൽ, പഠിച്ചോനെ, ഈ അടുക്കളൻ്റെ ഒരു ഭാഗം ആയിരുന്നു. ഒരു ഭാഗം എന്ന് വെച്ചാൽ ഇവിടുത്തെ വിറക് പുരൻ്റെ ഒരു അരിഭാഗം പോലും ഞങ്ങൾക്ക് കിടക്കാനില്ലായിരുന്നു. ചോർന്നൊലിക്കുന്ന വീടും കാര്യങ്ങളും അങ്ങനെ കഷ്ടപ്പെട്ട് വളർന്നതാണ് ഞാൻ. ഇത്രയും വലിയൊരു വീട്ടിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത് ഒരിക്കൽ പോലും വിചാരിച്ചില്ല. ഇവിടുത്തെ ഒരു വേലക്കാരിയാകാനുള്ള യോഗ്യത പോലും എനിക്കില്ല മോനെ. നവാസിന് അത് കേട്ട് കണ്ണുകൾ നിറഞ്ഞു. ഒരിക്കലും ഇനി അങ്ങനെ ചിന്തിക്കരുത് ഉമ്മ. നിങ്ങൾ ഇനി ഈ വീടിൻ്റെ നായികയാണ്, ഉപ്പ നായകനും കേട്ടോ. അതിൻ്റെ ഇടയിലൂടെ ഞാൻ വല്ലപ്പോഴും വന്നു പോവുകയൊക്കെ ചെയ്യാം. മോനെ നവാസ്, അതെ, ഇനി ഒന്നും ചിന്തിക്കരുത്. കാരണം എനിക്ക് നിങ്ങളുടെ ഈ മനസ്സും നിങ്ങളുടെ ഈ സന്തോഷം നിറഞ്ഞ സ്വഭാവവും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. സ്നേഹത്തോടെയുള്ള ഒരു വാക്ക്, നോക്ക്, ഇത് മതി. മനസ്സ് നിറഞ്ഞു. ആരൊക്കെ തന്നാലും ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിക്കൊടുക്കരുത്. നവാസിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട ഹഫ്സ ഉമ്മ ഒരു നിമിഷം ചിന്തിച്ചു. പഠിച്ചോനെ, ഇത്രക്കും നല്ലൊരു സ്വഭാവമുള്ള മരുമകനെ കിട്ടിയത് ഭാഗ്യം തന്നെ. ഇക്കയോട് പറഞ്ഞു, ഇക്ക നമ്മളൊക്കെ എന്ത് ഭാഗ്യം ചെയ്തതല്ലേ. ഞാൻ പറയാ റബ്ബേ, ആ നവാസ് എന്ന് പറഞ്ഞ ഈ വ്യക്തി, നമ്മുടെ മരുമകൻ, ഇത്രക്കും നല്ല സ്വഭാവത്തിനുടമയായിട്ട് പോലും കുഞ്ഞിക്കതിയ ഉമ്മ ചെയ്ത കാര്യം അല്ലേ, ഇത്രക്കും മോശമായി പോയില്ലേ. ഇത്രയും നല്ലൊരു തറവാട്ടുകാരെങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ? ഹഫ്സ, ശരിയാണടി. അവരുടെ മനസ്സ് അങ്ങനെയാണ്. അവർ ആരെയും വെറുതെ വിടില്ല. എല്ലാ മനുഷ്യരെയും ദ്രോഹിക്കും. ഒരു മനുഷ്യരും നല്ല രീതിയിൽ ജീവിക്കുന്നത് ഇഷ്ടമല്ല. സ്വന്തം മക്കൾ വരെ നല്ല ദാമ്പത്യ ജീവിതത്തിൽ ജീവിക്കുന്നത് ഇഷ്ടമല്ല. എൻ്റെ ഭാര്യയായ കുഞ്ഞിക്കതിയക്ക് സത്യം പറഞ്ഞാൽ ഒരു നരകമായിരുന്നു എൻ്റെ ജീവിതം, അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ജീവിതം. എന്നാൽ ഇപ്പോൾ അൽഹംദുലില്ലാ ഒന്നുമില്ലെങ്കിലും എനിക്ക് നിൻ്റെ കൂടെയുള്ള ജീവിതം വളരെയധികം സ്വർഗമാണ്. അൽഹംദുലില്ലാ, എനിക്ക് അത്രക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കായിട്ട് ഇറക്കി തന്നതാണ് ഹഫ്സ നിന്നെ. നിൻ്റെ പിതാവ് എന്നോട് ആദ്യമേ പറഞ്ഞിരുന്നു. പിന്നീട് നീ അത്രക്കും അങ്ങനെയുള്ള അവസ്ഥയിൽ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. അങ്ങനെയാണ് ഞാൻ നിന്നെ ഏറ്റെടുത്തത്. സത്യം പറഞ്ഞാൽ എൻ്റെ മക്കൾ സ്വാലിഹായ മക്കളായത് നിന്നെ വിവാഹം കഴിച്ചതിന് ശേഷമാണ്. എൻ്റെ മക്കൾ പുലർച്ചെ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിച്ച് ഖുർആൻ പാരായണം ചെയ്യുന്ന എൻ്റെ പൊന്നു മക്കളെ നീ ശീലിപ്പിച്ചത് നീയാണ്. ഇത് കണ്ട് ഇപ്പോൾ എൻ്റെ ആദ്യ ഭാര്യയിലെ ആ മക്കളും അതുപോലെ ചെയ്യുന്നുണ്ട്. ഇക്ക, അവർ നിഷ്കളങ്കരായ മക്കളല്ലേ. എനിക്കിപ്പോൾ അതൊന്നുമല്ല. എനിക്കിപ്പോൾ സൗദൻ്റെ സ്വഭാവം ഒന്ന് ശരിയായ മതി.
സൗദൻ്റെ സ്വഭാവം ഒന്ന് ശരിയായിട്ട് നവാസിൻ്റെ കൂടെ നല്ലൊരു ജീവിതം ജീവിക്കുന്നത് കണ്ടാൽ മതി ഇക്ക. അതാണിപ്പോൾ ഉള്ളത്. അഫ്സ, നിന്റെ മനസ്സ് പോലെ പഠിച്ചവനാക്കട്ടെ. അതെ, നിന്റെ മനസ്സ് വല്ലാത്തൊരു മനസ്സ് തന്നെ. കാരണം നീ എൻ്റെ ആദ്യ ഭാര്യയിലുള്ള മക്കളെയൊക്കെ നിന്റെ സ്വന്തം മക്കളെ പോലെയാണല്ലോ നോക്കുന്നത്. അതിനുള്ള മനസ്സ് നിനക്കുണ്ടായല്ലോ. എൻ്റെ ഇക്ക, നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും വിചാരിക്കേണ്ട. ഒക്കെ അള്ളാഹു നൽകിയ നിഅമത്താണ് എനിക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് 5 6 മക്കളുണ്ടായാലും ഞാൻ സന്തോഷത്തോടു കൂടിയേ ജീവിക്കുള്ളൂ. എന്നാൽ ഹഫ്സയുടെ മുഖത്തേക്ക് അബൂബക്കർക്ക നോക്കി. എന്താ ഇക്ക ഇങ്ങനെ നോക്കുന്നത്? അല്ലേ, 5 6 7 നിനക്ക് നോക്കാൻ സന്തോഷമുള്ള കാര്യമല്ലേ? ഒന്ന് പോയിക്ക. ഇനിയിപ്പോൾ എന്താന്നില്ലേ, ഇനി മോളൊക്കെ ഉണ്ട്, അവരെ കാര്യമൊക്കെ ഒന്ന് കഴിയട്ടെ എന്നിട്ട്. അല്ല, എൻ്റെ ഹഫ്സ ചെറുപ്പമാണ്, നിനക്കിനിയും പ്രസവിക്കാം. ഞാനല്ലേ കുറച്ച് പ്രായമായത്. ഇക്ക, നിങ്ങളെ പ്രായമൊക്കെ എനിക്കറിയാം. പക്ഷേ നിങ്ങളെ പ്രായം എന്ന് വെച്ചാൽ അത് താടി മുടി നരച്ചിക്കണ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അത്ര പ്രായമൊന്നുമില്ല. കാരണം ഞാൻ നിങ്ങളെ കാണുന്ന അന്ന് മുതൽ തന്നെ നിങ്ങളൊരു യുവാവായിരുന്നു. മനസ്സിലേക്ക് ടെൻഷൻ കയറിയിട്ട് താടി മുടിയും നരച്ചതായിരിക്കും. എനിക്കറിയാം, ആധാറിൽ നോക്കിയപ്പോൾ കണ്ടു നിങ്ങളെ വയസ്സൊക്കെ. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടോ. അപ്പോൾ ഒരു ചെറുപ്രായക്കാരനെ തന്നെ എനിക്ക് കിട്ടിയിരിക്കണത് അല്ലേ? എൻ്റെ പെണ്ണെ, താടിയും മുടിയൊക്കെ നിറച്ച സ്ഥിതിക്ക് നീ ഇക്ക, അത് നിങ്ങളെ മനസ്സിൽ സ്നേഹം മതി. താടി മുടി നിറച്ചിട്ടൊന്നും എനിക്ക് നിങ്ങളോട് ഒരു ഇഷ്ടക്കുറവില്ല. അവർ അത് പറഞ്ഞ് ചിരിച്ചു. മതി, സന്തോഷായിടേ. ഞാൻ വിചാരിച്ചു നീയും എന്നെ വിട്ടു പോവാൻ. ഇക്ക എന്തൊക്കെയാ പറയുന്നത്? അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അല്ല പടച്ചോനെ, ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. പിന്നുണ്ടല്ലോ. എന്താടി? അത് ഇക്കാൻ്റെ കുഞ്ഞുങ്ങളെ ഇനിയും പ്രസവിക്കാൻ ഞാൻ തയ്യാറാണ് കേട്ടോ. അബൂബക്കർക്ക് അത് കേട്ട് ചിരിച്ചു. മാഷാ അല്ലാ, ആ വാക്ക് മതി പെണ്ണെ. പെട്ടെന്ന് തന്നെ അദ്ദേഹം അത് ഹഫ്സയെ തൻ്റെ നെഞ്ചോട് ചേർത്തു. ഒരു നിമിഷം നവാസ് അത് കണ്ടു. അതെ, നവാസ് പെട്ടെന്ന് അവൻ്റെ മുഖം തിരിച്ചു. റബ്ബേ, ഞാൻ എന്താ കണ്ടത്? ഞാൻ നോക്കാൻ പാടില്ലായിരുന്നു. അവരെന്തോ തമാശ പറഞ്ഞ് ചിരിക്കുന്നതും അബൂബക്കർക്കയുടെ നെഞ്ചിലേക്ക് ഹഫ്സവും അങ്ങ് വീഴുന്നതും ചേർത്ത് പിടിക്കുന്നതും. പഠിച്ചോനെ, എന്തെന്നറിയില്ല. നവാസിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടായത്. അല്ലാ റബ്ബേ, ഈ പ്രായത്തിലും നല്ല ദാമ്പത്യ ജീവിതം അവർ നയിക്കുന്നുണ്ടല്ലോ. അല്ലാ റഹ്മാനെ, ദീർഘായുസ്സും ആഫിയത്തും നീ പ്രദാനം ചെയ്യേ റഹ്മാനെ. നവാസ് ഒരു നിമിഷം ദുആ ചെയ്തു. പെട്ടെന്ന് ഹഫ്സ, അല്ലാ പഠിച്ചോനെ, നവാസ് അങ്ങനെ കണ്ടോ? ഏയ്, അതൊന്നുമില്ല. കണ്ടാലും ഇപ്പം എന്താ, നീ എൻ്റെ ഭാര്യയല്ലേ, നീ എനിക്ക് ഹലാലായിരുന്നല്ലേ പെണ്ണെ. അല്ല, അതിപ്പോൾ നവാസിന് അറിയുന്നല്ലേ? എല്ലാവരും അങ്ങനെ തന്നെ. ഉമ്മയും ഉപ്പയും ആദ്യം മണവാട്ടിയായിരുന്നു, മണവാളനായിരുന്നു. ഒരേ കട്ടിലാണ് കിടന്നത്, ഒരേ വിരിപ്പിലാണ് ഉറങ്ങിയത്, ഒരുമിച്ചാണ് ഉണർന്നത്. പിന്നെ അതുമാത്രമല്ല, ബാക്കിയുള്ള കാര്യം എല്ലാവർക്കും അറിയല്ലോ. പിന്നെ ഇപ്പം എന്താടി എനിക്ക് മടി എന്ന് പറഞ്ഞ് അതാ ആ പിതാവ് ഹഫ്സയെ നോക്കി ചിരിച്ചു. എന്നാൽ ഹഫ്സക്ക് നാണം തോന്നി. അത് നവാസ് എങ്ങാനും കണ്ടോ എന്ന്. സത്യം പറഞ്ഞ നവാസിൻ്റെ മനസ്സ് വല്ലാതെ സന്തോഷിച്ചു. ഇവിടെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതങ്ങൾ പുലരട്ടെ. ഇനിയും ഇവിടെ കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്. നവാസിൻ്റെ മനസ്സ് വല്ലാതെ സന്തോഷിച്ചു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.